കുറച്ചായില്ലേ ഞങ്ങൾ സമൃദ്ധിക്കൊക്കെ പോയിട്ടെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ സമൃദ്ധിക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നല്ല ഭാഗ്യമുള്ള കാരണം ഞങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങിയാൽ ഞങ്ങൾക്ക് മഴ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സമൃദ്ധിക്ക് പോവുകയാണ്. പക്ഷേ സമൃദ്ധിയിൽ നല്ല തിരക്കുള്ള കാരണം ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ട്, അവിടേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കാശ്മീരി ഫുഡ് ഐറ്റംസ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും സമൃദ്ധി വരുമ്പോൾ ഇവിടെ ഒരു ദിവസം കയറണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. അങ്ങനെ ഞങ്ങൾ കുറേ ആശിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാശ്മീരി ദം ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അത്ര ഭയങ്കര ഇതായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെ ടേസ്റ്റ് ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു കേട്ടോ ഞാൻ. പിന്നെ ചിക്കൻ നല്ലതായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാനും പാരൊരു മാംഗോ ബാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അനു ഞങ്ങൾക്ക് കിക്കാറ്റ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ച് ഐസ്ക്രീം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തിരുന്ന് ഫോട്ടോസ് എടുക്കുന്ന ടൈമിൽ ഒരു പപ്പിക്കുട്ടി കേട്ടോ അതിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനു ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അത് ആദ്യം പേടിച്ചു. പക്ഷെ എന്ത് രസം. എന്നിട്ട് അനു ആളോട് ചോദിച്ചിട്ട് ഇങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ എടുത്തപ്പോഴൊക്കെ എന്ത് രസം. ശരിക്കും ഒരു ഡോളിനെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ഞാനും കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തൊക്കെ പോയി ഞാനും ഇങ്ങനെ തൊട്ട് ഇതാക്കിയിരുന്നു. ഞാൻ എടുത്തില്ല കേട്ടോ. അനുവാണ് ഇങ്ങനെ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ പാറും പോയിട്ട് പാറിൻ്റെ സംസാരമൊക്കെ ഞാൻ കേൾപ്പിച്ച് തരാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പാറ് ഞാൻ ചേച്ചി അതൊക്കെ പറഞ്ഞിട്ടാണ് അവളും എടുത്തിരുന്നതൊക്കെ. ആ വോയിസ് ഞാൻ കേൾപ്പിച്ച് തരാട്ടോ. ചേച്ചി